ഭക്ഷണം കഴിച്ചതിന് ശേഷം ജസ്റ്റ് വാച്ച് ട്രക്ക്. വട്ടവട മെയിൻ അങ്ങാടിക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമുക്ക് പോകാൻ. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. അപ്പോൾ ഗൈസ് ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. മൈത്തേക്ക് നെയ്യാപ്പൂ മുട്ടാറുണ്ട്. അപ്പോ റിയ മുട്ട അടിച്ച് വെച്ചിട്ടുള്ളൊരു പരാതി ഉണ്ട്. റിയ ശരിയാണോ? ഭക്ഷണം വന്നു തുടങ്ങി. ഷിഫ്ന ഭക്ഷണം അരിച്ചു കൊടുക്കുന്നു. മൈക്കേക്ക് ഭക്ഷണം കഴിക്കാനാണ്. നെയ്യാപ്പ് ഭക്ഷണം കഴിക്കാനാണ്. റൈസ് അങ്ങനെ നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. റൈസും പീസും. വട്ടവടയുടെ ഭംഗിയാണെങ്കിൽ ഇതാണ് വട്ടവടയുടെ മൈക്കേക്ക്. ഹായ്. ക്ലാസ് എടുത്തില്ലേ നമ്മളെ ഇവിടല്ലേ മറ്റേ പടമൊക്കെ ഷൂട്ട് ചെയ്ത നായാട്ട് ഇവിടല്ലേ ഷൂട്ട് ചെയ്തത്? ആ കുഞ്ചാക്കോവന്റെ നായാട്ട് ഷൂട്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ ലേസ്റ്റ് ഇറങ്ങിയ നായാട്ട് എന്നുള്ള പടം ഷൂട്ട് ചെയ്ത ഗ്രാമം. ഈ പുറകെ കാണുന്ന ഗ്രാമത്തിലാണ് നായാട്ട് എന്നുള്ള പടത്തില് ആ ലാസ്റ്റ് ആ ഷൂട്ട് ചെയ്തില്ല അവര്. അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലാണ് വട്ടവടയാണ് ശരിക്കും നായാട്ട് ഷൂട്ട് ചെയ്തത്. ഈ മലന്റെ അപ്പുറത്തേക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഫോറസ്റ്റിലൂടെയും ഏകദേശം ഒരു 35 കിലോമീറ്റർ ബസ്സും പോയാൽ കൊടൈക്കനാലിലെത്തും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മഹാരാജാസ് കോളേജിൽ കുത്തിയിട്ട് അഭിമന്യുവിന്റെ വീടും ഏകദേശം ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ കുറേ ഒരു എന്താ പറയുക വൈറലും ഒക്കെ ആയൊരു സംഭവബഹുലമായ സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് പുറകെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഒരു വ്യൂ പോയിന്റ് ഈ മലന്റെ അപ്പുറത്താണ് തമിഴ്നാട്. കേരള അല്ലേ? നമ്മളെ വികൃതി കുട്ടി ചോക്ലേറ്റ് ഒക്കെ വാരി പൊത്തി നമ്മുടെ സ്വന്തം ഇനോസ്. ഗൈസ് അങ്ങനെ നമ്മൾ ജീപ്പ് ഇവിടെ മേലെ നിർത്തി. കാരണം താഴേക്ക് പോവും, പക്ഷെ ഒരു ജീപ്പ് പോകേണ്ട അവിടെ തിരിച്ചാലുള്ള സ്പേസ് ഇല്ലാറുണ്ട്. ഇവിടെ താഴെ വെള്ളച്ചാട്ടം. അതെ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ. പിന്നെ ജീപ്പിന് വരുന്ന മുതലാവ് ചോദിച്ചാൽ അത്ര മുതലാവുന്നില്ല, 2500 റുപ്യല്ലേ. പിന്നെ എന്താ വെച്ചാല് ഈ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ മഴ സമയത്ത് വൈകുന്നേരമാണ് വൈബ് അല്ലേ? വൈകുന്നേരത്ത് വരെയാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരമാണെങ്കിൽ അടിപൊളിയാണ്. അതെ, ഈ താഴെ ഇനി എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അറിയണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഇതാ 2 കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ. ഇതാ ഒരു ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 2 വരിക കഴിയില്ല, കാരണം ഇവിടെ ഒരൊറ്റ വണ്ടി തിരിച്ചാൻ കഴിയുള്ളൂ. ഇവിടെ അച്ഛൻ ജീപ്പുകൾ നിർത്തിയിടുക. ഇതാണ് വഴി നമ്മളെ സ്പോട്ടിലേക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ജീപ്പിന് വരിക ഒരു സ്വന്തമായിട്ട് ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു വണ്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് ഓഫ് റോഡ് എടുത്ത് വരാം. ഒരു വട്ടം വന്ന് പരിചയം ഉണ്ടായാൽ മതി. കാരണം അതിന് മാത്രമുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ ചെറുതെ ജീപ്പിൽ കുറച്ചൊന്നും ഇങ്ങനെ വരിക, ജസ്റ്റ് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ സീനറി ആണ് മെയിനായിട്ട് പറയേണ്ടത്. ഒരു വെള്ളച്ചാട്ടം
ഗുഹയൊക്കെ ഉണ്ട് അറിയണ്ട. അപ്പൊ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ സ്പോട്ട് ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. യെസ് ഗൈസ്, ഇതാണ് വ്യൂ. നമ്മൾ കാത്തിരുന്നതും നിങ്ങൾക്കായി കാത്തു വെച്ചതും. യെസ് ഗൈസ്. ഇതിന്റെ അപ്പുറത്ത് ഗുഹ ഉണ്ട് അറിയണ്ട്. നമുക്കൊരു ഗുഹയിലേക്കാണ് പോണേന്നാണ് പറയാൻ പോണത്. അപ്പൊ നമുക്ക് കേറി നോക്കാം എങ്ങനെയുണ്ട് മേലത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളെ റോഡാണ് ഇതൊക്കെ. നമ്മളെ പകുതി ടീംസ് താഴെയാണ്, എത്തിയിട്ടില്ല. അത്യാവശ്യം ടാസ്ക് പിടിച്ചൊരു ഓഫ് റോഡ് ജേണിയാണ് ഇവിടുന്ന്. അത് നല്ലൊരു വൈബാട്ടോ ഈ സ്പോട്ട്. കാരണം ഈ കല്ലും അതൊക്കെ കയറി ഇറങ്ങി വേണം നമ്മളെ ഗുഹൻ്റെ അവിടേക്ക് എത്താൻ. അങ്ങനൊരു സ്പോട്ടിലെത്തും നമ്മള്. മാജിക് വാലി. ഈ ഒരു സ്പോട്ടിൻ്റെ വ്യൂ പറഞ്ഞാൽ അന്യായ വ്യൂ ആണ് കേട്ടോ ഗൈസ്. നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. ഇത് കണ്ടോ ഗുഹകള്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്. ആ ഗുഹയുടെ ലൊക്കേഷനാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മളെ സ്പോട്ട്. നമ്മൾ ഗുഹന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മൾ നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ്. വട്ടവടന്റെ ഏറ്റവും ടോപ്പിൽ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ വട്ടവട ഫുള്ള് നമുക്ക് കാണാം. മൂന്നാറിന്റെ പ്രകൃതിദത്തമായ കാഴ്ചകളാണത്. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. തവ വാട്ടർഫാൾസ്. നമ്മൾ അടുത്ത സ്പോട്ട് വാട്ടർഫാൾസ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്ട്രോബെറി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് സ്ട്രോബെറി സീസൺ അല്ലാത്തതുകൊണ്ട് സ്ട്രോബെറി ഇല്ല, ആ സീസൺ കഴിഞ്ഞിട്ടില്ല. ഇനി വാട്ടർഫാൾ എങ്ങനെ ഉണ്ടെന്ന് ഇത് ലാസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ വട്ടവട അല്ലേ, വട്ടവട വരികയാണെങ്കിൽ കാണുന്ന സ്പോട്ടിലെ ലാസ്റ്റത്തെ സ്പോട്ടാണ്. തൗഫി അതിസാഹസികമായി പിള്ളേരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. തൗഫി അതിസാഹസികമായി പിള്ളേരെ എത്തിക്കൊണ്ടുപോയാണ്. തൗഫിയുടെ സാഹസങ്ങളാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, നമ്മളെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ്. അടിപൊളിയാണ്. കാണിച്ചു തരാം. തൗഫി, ഹൗസ് വെള്ളച്ചാട്ടം. അതെ ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്താണ് തവ. ഗൈസ്, വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ കുന്ന് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താക്കും ഇതിന്റെ ഏറ്റവും നെറുക്കാണ് പോണത്. റെഡി അതെ ഗൈസ്, അവിടേക്ക് പോണേ. ഫൈനലി ഗൈസ്, വി റീച്ച് ദ ടോപ്പ്. അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമുക്ക് ഈ ഒരു വട്ടവട അതെ ഈ സ്റ്റാമിനൊക്കെ വേണം. അത് എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? ഇവിടുത്തെ വ്യൂ പറയുന്നത് അതാണ്. ആ കാണുന്നതാ ഗൈസ്, എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി. വട്ടവട എക്സ്പീരിയൻസിൽ ഏറ്റവും വൈബായി തോന്നിയതാ?
എങ്ങനെയുണ്ട് ഇവിടെ ഇതിന്റെ മേലെ നിന്നാണ് ബ്യൂട്ടി? അതെ, ഇങ്ങോട്ട് എത്തിപ്പെട്ടാലാണ് നമ്മൾ കുറെ ഹാർഡ് റിസ്ക് എടുത്തിട്ട് ടോപ്പിലെത്തി കഴിയുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ കഴിയുക. അങ്ങനെ ഒരു ബ്യൂട്ടിയാണ് ഇവിടുന്ന് കാണുന്നത്. വട്ടവടയുടെ ബ്യൂട്ടി ഇഷ്മ ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നു. ടോഫി അടുത്ത ഡെസ്റ്റിനേഷൻ സ്പോട്ട് തപ്പുന്നുണ്ട് ഗൈസ്. മൂത്ര ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇത് വെറൈറ്റി വീഡിയോ ആണ്. തോഫിയുടെ അഡ്വഞ്ചർ. നിങ്ങൾ ഇത്രയും നേരം കണ്ട അഡ്വഞ്ചർ ഒന്നല്ല, ഇനിയാണ് യഥാർത്ഥ അഡ്വഞ്ചർ. തോഫി ഇതാ ഈ സാധനം. അടുത്തത് പെൺകരുത്തായ ഇസ്മ ഇഷു കയറില്ലാതെ കയറാൻ ശ്രമിക്കുന്നു. കയർ മൊത്തം തോഫി കൊണ്ടായിട്ടുണ്ട്. ഇസ്മ കയറില്ലാതെ കയറൊന്ന് കാണിക്കുന്നു. എന്നിട്ട് അഡ്വഞ്ചർ ഓഫ് ദ ഗേൾ അവാർഡ് ഇസ്മ കൊണ്ടുപോയി. അഡ്വഞ്ചർ ഓഫ് ദ ബോയ് അവാർഡ് തോഫി ഞാൻ കട്ട കോമ്പറ്റീഷൻ ആണ്. ഇസ്മയും കയറിപ്പോയി. മാനക്കേടാവനി ഇസ്മ കളിക്കാൻ കല്ലടാ കയറിപ്പോയിട്ട്. ഇത് പിടിച്ച അങ്ങ് കാണിക്ക കയറൊക്കെ. എനിക്ക് കയറൊന്നും വേണ്ട. പിടിച്ചാ ഈ ആസി വെറും എടുത്തു പറഞ്ഞ കാശ് കണ്ടോ. ഇവന് ഈ വലിപ്പം തന്നെ ഉള്ളൂ. സംഭവം വലിയ സീ ഒക്കെയാണ്, പക്ഷെ ഭയങ്കര പേടിയാ. ആ പെണ്ണിനുള്ള ധൈര്യം കൂടി ഇല്ല ഇവന്. മാനക്കേട്. പേഴ്സണലി ഇനി മുക്കണ കാണാം ഗൈസ്. മുക്കൽ എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചിട്ട് നമ്മളെ ചെക്കൻ. ചിലപ്പോ ഒരു കൊയിനാടെല്ലാം കാണാം ഭാഗ്യമുണ്ടെങ്കിൽ. യെസ് നീ ചെറ്റ കയറങ്ങാനും ഇടാതെ പോവാ ഗൈസ്. അവിടെ എന്റെ വ്ളോഗ് എടുക്കാൻ ആരുമില്ലേ ഗൈസ്? ഇതാ എന്റെ സാഹസം. We lost again guys. But we will make it. Guys, ഇവലൊക്കെ കയറുണ്ടായിട്ടാണ് ആ മുക്കി കയറിയത്. പക്ഷെ ഞാനൊരു സംഭവമാണ് ഗൈസ്. ഞാൻ ഒരു കയറില്ലാതെ കയറി. പക്ഷെ എന്റെ വ്ളോഗ് എടുക്കാൻ ആരുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക്, ഷെയർ ചെയ്യുക. പുരാതനമായൊരു ജീപ്പിൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന തോഫി. അങ്ങനെ ഗായ്സ് നമ്മളെ വട്ടവട ഞങ്ങള് ബസ്സിന്റെ അടുത്തെത്തി. നമ്മളെ ജീപ്പ് ഇതാ നമ്മളെ ഇറക്കി. നമ്മളെ റിസോർട്ടിലേക്കാണ്. അപ്പൊ റിസോർട്ട് വ്ളോഗെല്ലാം നമുക്ക് അവിടെ എത്തിയതിനു ശേഷം കാണാം. റിസോർട്ടിന്റെ പേര് നമ്മളിപ്പോ റിസോർട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റിസോർട്ടിന്റെ ഡീലിങ് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ റിസോർട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി മൂന്നാർ ഈ ഭാഗത്തൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം രാത്രി 9 മണിക്ക് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഫുഡ് ഒക്കെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നല്ലൊരു ലെവലിലാണ്. ഏതായാലും ഞാൻ അതിൻ്റെ റിവ്യൂ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചത്. ഈ ഒരു ട്രിപ്പിൽ നമുക്ക് വളരെയധികം ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. അതായത് നമ്മൾ റൂമിലെല്ലാം സെറ്റായി ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തിരിക്കണം. ചെറിയ കുട്ടികളെല്ലാവരും പാടായിട്ട്. അപ്പോൾ ഇവർ 9 മണിക്ക് ഫുഡ് എത്തിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 10:30 അപ്പോൾ ഓലെ വിളിച്ചപ്പോൾ വളരെ നേരമായി പറ്റില്ലെങ്കിൽ പൊയ്ക്കോന്നില്ല ലെവലിൽ. വളരെ മോശമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റാണ് ഇപ്പോൾ ഈ ഒരു റിസോർട്ട് നടത്തുന്നത്. അപ്പോൾ മൂന്നാർ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. റിവ്യൂ നോക്കി മാക്സിമം വരിക. ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം അല്ലെങ്കിൽ ഫാമിലി അടക്കം നട്ടപ്പാതിരൊക്കെ ഇതേപോലെ നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഫുഡ് കിട്ടാത്തതുകൊണ്ട് പോലെ ഡീലിങ് കാരണം ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ പോവാണ്. അത്രയും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഡീലിങ്ങാണ് നമ്മളടുത്ത് പോലും നടത്തിയത്. അങ്ങനെ ആദ്യത്തെ മൂഞ്ചി റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം എല്ലാം സെറ്റാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ മൂന്നാർ ടൗണിലാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. താഴെയാണ് നമ്മുടെ ഫുഡിങ് സ്പോട്ട് ഉള്ളത്.
ഇവിടെ ലിഫ്റ്റിലാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൊറയൂരാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഭക്ഷണം ഇവിടുത്തെ നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. മൂന്നാറ് വരുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ആംബിയൻസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റൂമാണ് റിസോർട്ടാണ്. എല്ലാവരും ഭക്ഷണ പരിപാടി കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ മോർണിംഗ് ഭക്ഷണമാണ് നെയ് റോസ്റ്റ്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ. നല്ലൊരു അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു പർച്ചേസിങ് കോർണറൊക്കെ ഉണ്ട്. ഫൈനലി ഗൈസ് വി ആർ ഓൺ ദ ലിഫ്റ്റ്. ഇവിടെ ഈ ഹോട്ടലിൽ 3-ാം നിലയിൽ പോകാൻ വരെ ലിഫ്റ്റ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളെ ഇന്നലെ രാത്രി ഞങ്ങൾ ശരിക്കും ആ റിസോർട്ടിലായിരുന്നു. പക്ഷെ അവിടെ 1500 ഉറുപ്പിയാണ്. ഇവിടെ ഞങ്ങൾക്ക് അതിലേറെ സെറ്റപ്പ് AC അടക്കമുള്ള റൂമാണ്. പറയുമ്പോ അത് 1000 ഉറുപ്പിയുള്ളൂ അല്ലേ? ലക്ഷറി ഞാൻ കാണിച്ചു തരാം റൂം സെറ്റപ്പ് ഒക്കെ. അപ്പൊ നമ്മള് മൂന്നാറൊക്കെ വരികയാണെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ ഇതൊക്കെ എടുക്കുക. നല്ല അടിപൊളി ആംബിയൻസും വൈബൊക്കെ. നമ്മള് 3 റൂമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. റൂം അതായത് ജസ്റ്റ് ഒരു നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി റൂമാണ്. 4 ആൾക്ക് കിടക്കാം. TV കാര്യങ്ങൾ. ഈ ബാത്റൂമൊക്കെ കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെറ്റപ്പ് ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ മൂന്നാറൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു റൂം ഹോട്ടലിൽ ലോഡ്ജൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജന്ന റെസിഡൻസി ചൂസ് ചെയ്യുക. മൂന്നാർ ടൗണിൽ തന്നെ വരിക. യെസ് 0-0 ബൈ. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്നും പോവാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ടൽ? Revived. It's very bad experience. നമുക്ക് കവർ ചെയ്ത് വന്നത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? നമ്മൾ ഈ ഹോട്ടല് അടിമാലില്ലേ? ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് അല്ലേ? അതെ, ആ അടിമാലി സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് അല്ലേ? മുസ്ലിം. നമ്മളീ പാർക്കിംഗ് ഉണ്ടോ നല്ലൊരു അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ജസ്റ്റ് തട്ടിയിലായിരുന്നല്ലേ വലിയ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഹോട്ടല്. അപ്പോൾ നിങ്ങൾ മൂന്നാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റിസോർട്ടൊന്നും എടുക്കാൻ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതെ, ബഡ്ജറ്റ് ഉണ്ട്. കാരണം റിവൈൽഡ് മാരിക്ക തോമ്പിയ റിസോർട്ടൊക്കെ എടുത്ത ഗൈസ് ഇന്നലെ ഉണ്ടായ പോലെ ആവും. രാത്രി 10 മണിയായാലും ഫുഡ് കിട്ടൂല. 10:30. എന്നിട്ട് കോമഡി എന്താ വെച്ചാൽ 8000 ഉറുപ്പ്യൻ്റെ അടുത്തുള്ള റൂമിന് ഞങ്ങൾക്ക് റെന്റും വന്നു. ആ സ്ഥാനത്ത് ആകെ ഒരു 3000 ഉറുപ്പ്യക്ക് ഞങ്ങൾക്ക് ഇത്രയും ഫാമിലി അടിപൊളി. അവിടെ ഒരു റൂമില് 2 ആക്കി പറ്റുള്ളെങ്കിൽ ഇവിടെ ഒരു റൂമിൽ 5 ആക്കിയുള്ള സ്പോട്ട് ഉണ്ട്. അതും ബെഡില്, മറ്റേ നിലത്തടക്കം. അപ്പോൾ ഇത് പുതിയതായിട്ട് വരുന്നവർക്കൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുക. ഇതല്ല അടിപൊളി സ്പോട്ടാണ് അടിമാലി. ഇവിടെ ഡീലും കാര്യങ്ങളും അതേപോലെ തന്നെ ഹോട്ടലാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത് വാട്ടർഫാൾസാ? നജോരി. നജോരിയാണോ? എന്തായാലും ഒരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് അടിപൊളി ആംബിയൻസ് ആണ് കഴിച്ചത്. എന്താണ് ഇവിടെ പറയാ? അടിമാലി താഴ്വരയിലെ വെള്ളച്ചാട്ടത്തിൽ ഇതാണ് വെള്ളച്ചാട്ടം. ചെറിയ ശരിക്കും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ്.
മീൽസ് പറഞ്ഞ് വന്നിട്ട് മെനു മൊത്തം വായിച്ചു നോക്കണം. ഇസ്മായിസും ടീം ഇല്ലല്ല കാണണം വരുന്നില്ല. ഇനിയാ ഭാവി ഭാവി വാ നെയ്യാപ്പോ നെയ്യാപ്പോ ഫൈനലി നെയ്യാപ്പോ ചെറിച്ച് കഴിച്ചു. എനിക്ക് മുന്നിൽ നെയ്യാപ്പോ റിവ്യൂ പൈസ ഗൈസ്. അങ്ങനെ നമ്മുടെ കുടുംബ ട്രിപ്പ് 2ാം ദിവസം കഴിഞ്ഞ് നമ്മൾ വിസിറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.